കൺഫഷൻ റൂമിലിരുന്ന് സങ്കടപ്പെടുന്ന നൂറയെ കണ്ടപ്പോൾ എവിടെയോ മനസ്സിനകത്ത് മായാതെ കിടക്കുന്ന ഒരിച്ചിരി മനുഷ്യത്വം അത് ഉണർന്നു. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നുപോയി ആ ഒരു കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക്. നമുക്കാരെയും നിർബന്ധിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നൂറയുടെ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ മനുഷ്യക്കുഞ്ഞല്ലേ അത്, ക്ഷമിക്കുക, പറ്റുമെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. രാവിലെ നമ്മുടെ ഷാനവാസിക്ക അക്ബറിനെയും ആര്യനെയും നല്ല രീതിയിലൊന്ന് ചൊറിഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയൊക്കെ ഇവിടെ എന്ത് പണിയാടാ എടുക്കുന്നത്, മര്യാദക്ക് എന്തെങ്കിലും ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിക്ക തൊള്ള തുറക്കുന്ന കണ്ടു. സത്യം പറഞ്ഞാൽ അത് ആര്യനിട്ടുള്ളൊരു കൊട്ടാണ്. ആര്യൻ ഞാൻ നേരത്തെ പറഞ്ഞുള്ളതാണ്, ആര്യനെ കൊണ്ട് വലിയ രീതിയിലൊന്നും പണിയെടുക്കാൻ പറ്റത്തില്ല. കൊച്ചിന് ഈ കട്ടിപ്പണിയൊന്നും പറ്റത്തില്ല. പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ പാത്രമൊക്കെ കഴുകി കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അവനെ നമുക്കൊരു പരിധി കൂടുതൽ അങ്ങോട്ട് അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് ബിഗ് ബോസ് വന്നിട്ട് കാര്യമില്ലല്ലോ. കഴിച്ച പാത്രമൊക്കെ കഴുകി വെക്കണമല്ലോ. കഴുകി വെക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും ഒരു വൃത്തിയൊന്നുമില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞ് രാവിലെ ഷാനവാസിക്ക നല്ല രീതിയിലൊന്ന് ചൊറിഞ്ഞു വിടുന്നുണ്ട്. അക്ബറിനോടും പറയുന്നുണ്ട്, നീ എന്ത് പണിയാടാ ഇരിക്കുന്നത്, നീ ചുമ്മാ ഇവിടെ ഇരിക്കുമല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ചൊറിയുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ. ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ ഹീറോ ആര്, വില്ലൻ ആര്, അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആര്, ഇത് മൂന്നും ആരൊക്കെയാണെന്ന് ഓരോ കണ്ടസ്റ്റന്റും വന്ന് പറയണം. അതായത് അവരുടെ പെർസ്പെക്റ്റീവിൽ ആരാണെന്നുള്ള കാര്യം പറയണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് എനിക്ക് പറയാനുള്ളത് സാബുമാൻ പറഞ്ഞൊരു കാര്യവും ലക്ഷ്മി പറഞ്ഞതുമാണ്. എന്നാലും ഞാൻ ഒന്ന് രണ്ട് പേരുടെ വേറെ കൂടെ പറയാം. അതായത് നമ്മുടെ നെവിൻ വന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസ് ആണ് ഹീറോ, വില്ലൻ അക്ബർ ആണ്, അനുമോളാണ് ബാക്ക്ഗ്രൗണ്ട് ഈ ആർട്ടിസ്റ്റ്. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റോളൊന്നും ഇല്ലാതെ എവിടെയോ ഒതുങ്ങിയിരിക്കുന്ന ഒരാൾ, വലിയ ആക്റ്റീവ് അല്ലാത്ത, അത് അനുമോളാണെന്നൊക്കെയാണ് നമ്മുടെ നെവിൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ലക്ഷ്മി വരുന്നുണ്ട്, ലക്ഷ്മിയുടെ പറയാം. അതിനുശേഷം ആര്യൻ വരുന്നുണ്ട്, അനുമോള് അക്ബർ, അനുമോളാണ് ഹീറോയിനായിട്ട് ആര്യൻ കാണുന്നതെന്ന് പറയുന്നു. പിന്നെ അക്ബറാണ് വില്ലൻ, നൂറയാണ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്, അനീഷ് വരുന്നുണ്ട്, നെവിനാണ് ഹീറോ എന്നൊക്കെ പറയുന്നുണ്ട്, ആദിലയാണ് വില്ലത്തി, പിന്നെ സാബുമാനാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. അതിനകത്ത് ഈ നെവിനിട്ട് കൊടുക്കാനുള്ള ഒരു കാരണം, നെവിൻ അനീഷേട്ടനെ പിടിച്ച് മറ്റേ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയില്ലേ. അപ്പൊ അനീഷേട്ടൻ എന്ത് ചെയ്തു, നീയാടാ സൂപ്പർ ഹീറോ എന്നും പറഞ്ഞ് പിടിച്ചങ്ങ് ഹീറോ ആക്കി. ഏത് അനീഷേട്ടന്റെ ഗെയിം നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഷാനവാസ് മറ്റേ കോയിൻ കൊടുത്തില്ല, ഒരെണ്ണം പോലും കൊടുത്തില്ല അനീഷിന്. അനീഷ് എന്ത് ചെയ്തു, നീ വെച്ചോ എന്ന് പറഞ്ഞ് അനീഷ് കൊടുക്കും. അതാണ് അനീഷിന്റെ ഗെയിം. ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. അനീഷിന് അങ്ങനെ മറ്റേ മാനസിക വൈരാഗ്യം അനീഷ് തീർക്കുന്നത് ഒരു പ്രൊമോഷൻ കൊടുത്ത, നമ്മൾ അങ്ങനെ പറയത്തില്ല, പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്താണോ കൈ കിട്ടുന്നത് അവർക്ക് കൊടുക്കാനുള്ള. ഇപ്പൊ അവർ അർഹിക്കുന്നില്ലെങ്കിൽ പോലും ഒരു സാധനം കൊടുക്കും. അങ്ങ് ഒരു കോയിൻ അവൻ അർഹിക്കുന്നില്ല എങ്കിലും അതങ്ങ് കൊടുത്ത് അവനെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് വിടും. നീ പോടാ, നീ എനിക്ക് തന്നില്ലെങ്കിലും ഒരു മൂടില്ലടാ, അല്ല ഒരു കോപ്പും ഇല്ലടാ, ആ ഒരു മൂഡിലാണ് അനീഷ് ചേട്ടൻ ഈ സാധനം കൊടുത്തങ്ങ് വിടുന്നത്. അതിനുശേഷം ഷാനവാസ് വരുന്നുണ്ട്. ഷാനവാസ് പറയുന്നത് സാബുമാനാണ് ഹീറോ എന്നൊക്കെ. എനിക്ക് അറിയാൻ പാടില്ല ഏത് കണ്ണിലൂടെയാണ് ഷാനവാസ് ഇതൊക്കെ കാണുന്നതെന്ന്. എന്തായാലും വില്ലൻ നെവിനാണ്, പിന്നെ വില്ലത്തി ലക്ഷ്മിയാണ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. സോറി, വില്ലത്തി എന്ന് പറയുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് വില്ലൻ നെവിനാണ്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ലക്ഷ്മിയാണെന്ന് പറയുന്നു. സാബുമാൻ വന്നിട്ട് പറയുന്നു അനുമോളാണ്, ഇവിടം തൊട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, അനുമോളാണ് ഹീറോയിൻ എന്ന് പറയുന്നുണ്ട്. നെവിൻ വില്ലനല്ല, നെവിൻ വില്ലത്തിയാണ് എന്നൊരു സാധനം സാബുമാൻ പറയും. അത് സത്യം പറഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമല്ല. ഒരു ഫെമിനൈൻ ടച്ചൊക്കെയാണ് നമ്മുടെ നെവിൻ കുട്ടനുള്ളത്. അവൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരത്തിലും ഒക്കെ ഉണ്ടത്. അത് അവൻ്റെ കുറ്റമായിട്ടും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാർ അങ്ങനെയാണ്, ജനിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ചിലപ്പോൾ മാറ്റാൻ പറ്റും, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഇതിൽ ഞാനൊരു പരിധിക്കുള്ളിൽ ഇങ്ങനെയുള്ള പരിപാടികളെ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാനിപ്പോൾ ഈ പറയുന്നത് എൻ്റെ പേഴ്സണലി, എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ, പക്ഷെ എല്ലാം ഒന്നും ഞാൻ പറയത്തില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇതുപോലൊരു വലിയ പ്ലാറ്റ്ഫോമിൽ നമ്മുടെയൊക്കെ ഈ വീഡിയോ കാണുന്നതിനും എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഈ ഷോ കാണുന്നത്. സോ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ച് സാബുമാൻ പറഞ്ഞത് നീ ഒരു വില്ലത്തിയായിട്ടാണ് എനിക്ക് ഇവനെ കാണാൻ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സാബുമാൻ പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ സാബുമാൻ ചിരിച്ചോണ്ടാണ് പറയുന്നത്. സാബുമാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് വലിയ അങ്ങോട്ടൊരു ഇഷ്യൂ ആവത്തില്ല. വേറെ വല്ലൊരു ആയിരുന്നെങ്കിൽ ഇത് സീനായേനെ കേട്ടോ. കാരണം ഇത് പറഞ്ഞതിന് ശേഷം നെവിൻ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കഴിയുമ്പോൾ ഇതൊരു ചർച്ചയായിട്ട് വരുന്നുണ്ട്. ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഈ ഒരു നെവിൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലക്ഷ്മി എന്നിട്ട് സാബുമാനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, എടാ അങ്ങനെ പറയരുത്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് സാബുമാൻ ആയതുകൊണ്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തിരിച്ചൊന്നും ഒപ്പോസ് ചെയ്യാതെ കേട്ടോണ്ടിരുന്ന ഓക്കെ എന്നൊക്കെ പറഞ്ഞ്
വലിയ പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല ഇത്. പക്ഷെ ഇത് വേറെ ആരെങ്കിലുമാണ് അവിടെ പറഞ്ഞിരുന്നതെങ്കിൽ ഇത് ഉറപ്പായിട്ടും ലാലേട്ടൻ ഈ വീക്കെൻഡിൽ വരുമ്പോൾ ചർച്ചയാക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആയിട്ട് വരെ മാറിയേനെ. സാബുമാൻ ആയതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും പോകത്തില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. കാരണം സാബുമാൻ മറ്റേ 5 സ്റ്റാർ ചിരിച്ച് അങ്ങ് പോകും. ഓക്കെ എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് സാബുമാൻ വിടും. പക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ഇത് വേറെ തലത്തിലേക്ക് എടുത്തോണ്ടേ, ഉറപ്പായിട്ടും എടുത്തേനെ. ഇപ്പം സാബുമാൻ ആണെങ്കിലും പറയുന്നുണ്ട് എനിക്ക് ഇവനെ കാണുമ്പോൾ ഇങ്ങനെയാണ്, ഇവനൊരു ഫെമിനൈൻ ടച്ച്, ഒരു സ്ത്രീത്വം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവനെ അടിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ ആ ഒരു പഞ്ച് കുറവാണ്, പിടികിട്ടിയില്ലേ. പക്ഷെ ആ പറഞ്ഞത് അത് വേണ്ടായിരുന്നു സാബുമാൻ എന്ന് എനിക്ക് തോന്നി. പിന്നെ ലക്ഷ്മി പറഞ്ഞത്, ലക്ഷ്മി മാത്രമാണ് പറഞ്ഞത് ഹീറോ അനീഷേട്ടൻ്റെ പേര്, ഹീറോ അനീഷേട്ടൻ, വില്ലൻ ഷാനവാസ്, ആദില മറ്റേ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. ഇതിനകത്ത് ഷാനവാസിന്റെ പേര് വില്ലനാക്കാൻ നമ്മുടെ ലക്ഷ്മി പറഞ്ഞ എല്ലാവരും റീസണും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ പറയുന്നതെന്ന്. ഷാനവാസിന്റെ പേര് വില്ലനാക്കിയപ്പോൾ അതിന് ലക്ഷ്മി പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ അത് വളരെ കറക്റ്റായിട്ടുള്ള റീസണാണ്. ഇത് ലക്ഷ്മി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരിയൊക്കെ ബോധം ഉണ്ട് കേട്ടോ കൊച്ചിന് എന്നൊരു സാധനം എനിക്ക് തോന്നി. അത് വേറൊന്നുമല്ല, വ്യക്തമായിട്ടുള്ളൊരു കാരണമാണ് പറയുന്നത്. ഷാനവാസ് ഈ മിത്രം എന്നും പറഞ്ഞ് ഈ സൗഹൃദം കളിച്ച് അനീഷിന്റെ പുറകെ നടക്കുന്ന ശരിക്കുള്ള സൗഹൃദമൊന്നും അല്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഇത് തന്നെ ഞാൻ എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന ഒരാളുടെ ചാനലിൽ കണ്ടു. ഇത് പറഞ്ഞപ്പോൾ പോലും ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം വീഡിയോയിലും പറഞ്ഞതാ, അനീഷിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ ചില ആളുകൾക്ക് പറ്റുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ഷാനവാസ് പ്രത്യേകിച്ച് വരുമ്പോഴാണ്, ഷാനവാസിന്റെ PR ആണോ അവരെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഈ ഒരു കേസ് ലക്ഷ്മി പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, അതായത് ഷാനവാസ് ശരിയാ, ഷാനവാസ് അങ്ങനെ വലിയ ഫ്രണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ അനീഷും അതുപോലെ തന്നെയാണ്, അനീഷും വലിയ സുഹൃത്തായിട്ടൊന്നും അല്ല ഷാനവാസിനെ കാണുന്നത് എന്ന് പറയുന്നത് കേട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഷാനവാസ് എന്തായാലും ഫേക്കാണ്, ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്. ഷാനവാസ് ഫേക്കാണ്. ഷാനവാസിന് അത്ര വലിയ മറ്റേ മൂത്ത് കിടക്കുന്ന സ്നേഹമൊന്നും അനീഷിനോടില്ല. അനീഷിനും തിരിച്ച് അതുപോലെ മറ്റേ വലിയ സുഹൃത്താണെന്നൊന്നും ഞാനും കരുതുന്നില്ല. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്, ഷാനവാസ് ഈ മിത്രം എന്ന് പറഞ്ഞ് അങ്ങോട്ടാ പോയത്. അനീഷ് ഇവന്റെ കാലം പിടിച്ച് അങ്ങോട്ട് പോയിട്ടില്ല. മിത്രമേ നീ എന്റെ സുഹൃത്തായിട്ടിരിക്കുമോ എന്നും പറഞ്ഞ് അനീഷ് പോയിട്ടില്ല. ഷാനവാസാണ് അങ്ങോട്ട് ഈ സുഹൃത്തും കളിച്ച് ചെന്നത്. ലാസ്റ്റ് ലാലേട്ടൻ വരെ അനീഷിനോട് പറയുന്നു സുഹൃത്തായിട്ടിരിക്കാൻ പറഞ്ഞ്. ആ മനുഷ്യനെ അങ്ങോട്ടേക്ക് കുടിയിലേക്ക് തള്ളിയിട്ടത്, അല്ലാതെ അയാൾ പോയി പിടിച്ച വള്ളി അല്ല ഷാനവാസ് എന്ന് പറയുന്നത്. ഇനി അതും പോട്ടെ, ഇന്നലത്തെ ടാസ്ക് തന്നെ എടുക്ക്. അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെറുതായിട്ടെങ്കിലും എവിടെയോ ഒരു സുഹൃത്തായിട്ട് കണ്ടിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. മൊത്തത്തിൽ കള്ളരൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലൊരു കള്ളനാണെങ്കിൽ എന്തിനാണ് ഈ ഷാനവാസ് ഇന്നലെ കോയിനൊക്കെ കൊടുക്കേണ്ട കാര്യം അനീഷിന്? എന്തിനാണ്? ഒരാവശ്യവും ഇല്ല. ഷാനവാസ് കൊടുത്തോ കോയിൻ? ഇല്ല. അപ്പം നമ്മൾ പറയും ഷാനവാസ് ഗെയിമറാണ്. ഓക്കെ, ഷാനവാസ് ഗെയിമറാണ്. പക്ഷെ ആ ഗെയിമർ ഒരു നിലവാരമില്ലാത്തൊരു ഗെയിമറായി പോവുക എപ്പോഴാണെന്ന് അറിയാമോ? ഇന്നലെ കോയിൻ ആദിലയ്ക്ക് ആകെ 3 കോയിനേ കിട്ടിയുള്ളൂ, അനിമോളുടെ, നൂറയുടെ, ഷാനവാസിന്റെ. 3 പേരും ആദിലായിട്ട് എങ്ങനെയാണെന്ന് അറിയാലോ, വേറൊരൊറ്റ ഒരാൾ കൊടുത്തിട്ടില്ല കോയിൻ. ഈ കോയിൻ ആദിലയ്ക്ക് കൊടുത്തപ്പോഴും ഷാനവാസ് പറഞ്ഞ റീസൺ, അവൾ ആക്റ്റീവാണ്, അവള് ഭയങ്കര ഇതായിട്ട് ചെയ്യുന്നുണ്ട്, അവൾ മറ്റേ എന്താണ് ക്യാരക്ടറിൽ തന്നെ പിടിച്ചു നിന്നെന്ന്. മിനിഞ്ഞാന്ന് ഒരു തേങ്ങയില്ലാതെ മൂലക്കിരുന്നവളാ, അവൾ ക്യാരക്ടറിൽ തന്നെ നിന്നെന്ന്. അനീഷിന് കൊടുക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ കൊടുക്കാതിരുന്നതിന് പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഇടയ്ക്ക് ക്യാരക്ടർ വിട്ട് പോകുന്നുണ്ടായിരുന്നെന്ന്. അതിലും ക്യാരക്ടറിലൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഫേവറിറ്റിസം, ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ ആതിര നൂറെ അവരെ മറ്റേ സഹോദരിമാരായിട്ട് പിടിച്ചു നിർത്തിയൊരു ഗെയിം, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന വോട്ട്, ഇതൊക്കെയാണ് ഷാനവാസിന്റെ നോട്ടം. ഞാൻ വീണ്ടും പറയുന്നു, ഷാനവാസ് ഗെയിമറാണ്, അപാര ഗെയിമറാണ്. മാനിപ്പുലേറ്ററും ഉടായ്പും വൃത്തികേടും കാണിച്ച് മുന്നോട്ട് പോകുന്നൊരു ഗെയിമർ, സുഹൃത്തെന്നും പറഞ്ഞ് ചതിക്കുന്ന ഒരു ഗെയിമർ. അത്ര വലിയ സുഹൃത്തൊന്നും അല്ല. അനീഷിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു, അത്രയും വലിയ സുഹൃത്തായിട്ടൊന്നും ഷാനവാസിനെ ഇപ്പൊ എന്തായാലും അങ്ങനെ കാണുന്നില്ല. മിത്രമായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. അറിയാം അവൻ പണി തരും, അവനെ അങ്ങനെ നിർത്തിയാൽ മതിയെന്ന് നല്ല വൃത്തിക്ക് അറിയാം അനീഷിന്. അപ്പൊ ഈ ഒരു കാര്യം ലക്ഷ്മി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ലക്ഷ്മി വൃത്തിക്ക് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് ലക്ഷ്മിക്ക് ഒരു കയ്യടി ഞാൻ കൊടുക്കും, അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ അനീഷിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് അനീഷിനെ ഹീറോ ആയിട്ട് പറയുന്നതിന് ലക്ഷ്മി കാരണങ്ങൾ പറയുന്നുണ്ട്, പിടികിട്ടിയില്ലേ. പക്ഷെ എനിക്ക് അത് ഞാനിപ്പോൾ വിളമ്പ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനീഷിന്റെ PR എന്ന് തന്നെ വിളിക്കും. ഇപ്പൊ വിളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു തേങ്ങ ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. എന്നോടിപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ് നീ PR അല്ലാടോ, നിനക്ക് പൈസ ഇട്ടിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അളിയാ കാണിച്ചതാ, അത് ഇന്നാ എൻ്റെ അക്കൗണ്ട് ഇന്നാ കാണിച്ചതാ, അനീഷിന്റെ PR-ൽ നിന്ന് കിട്ടിയിരിക്കുന്ന കാശ് നീ എടുത്ത് കാണിച്ചതാ എന്ന് ഞാൻ ചോദിക്കും. അത്രേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു കേസൊക്കെ നടക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യൻ കിച്ചണിൽ നിൽക്കും, എന്താ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനിമോളും അക്ബറും ഒക്കെ തൊട്ടപ്പുറം കണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ഇരുന്നുള്ളൊരു കോൺവെർസേഷൻ ആണ്. ആര്യൻ അവിടെ ഇന്ന് ഹിന്ദിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു മലയാളത്തിൽ സംസാരിക്കണം, വേറെ ലാംഗ്വേജ് പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പൊ അയ്യോ ജിസയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു സാധനം അവൻ ഇട്ടോട്ടെ. ബാക്കിയുള്ളവർ എനിക്കൊന്ന് അക്ബറാന്ന് പറയുന്നു, എടാ മോനെ നിർത്തടാ, നീ ആ ജിസയിൽ പോയെന്നൊരു 1/2 മണിക്കൂർ നീ ഇരുന്ന് കരഞ്ഞു.
അത് കഴിഞ്ഞ് നീ അത് വിട്ടു, നീ പിന്നെ അത് ഓർക്കുന്ന പോലും ഇല്ല. അതുകൊണ്ട് മറ്റേ സ്നേഹം തുളുമ്പുവാണെന്നൊന്നും നീ ഞങ്ങളെ വിചാരിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് അവിടെ വരുന്നുണ്ട്. അനുമോളും പറയുന്നുണ്ട് അതൊക്കെ വെറുതെ എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. അപ്പൊ ആരും പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നും അല്ല, എനിക്ക് സങ്കടം തോന്നി, അത് അരമണിക്കൂർ എനിക്ക് അപ്പൊ ഭയങ്കര സങ്കടം തോന്നി അവള് പോകുന്ന സമയത്ത്. പക്ഷെ അതും പറഞ്ഞ് ഞാൻ എന്നും ഇരിക്കണം എന്നുള്ള കാര്യമുണ്ടോ എന്നൊക്കെ ആരും ചോദിക്കുന്നുണ്ട്. സത്യമല്ലേ ആരും ചോദിച്ചത്? ജിസയിൽ പോയപ്പോ ഒരു വിഷമം വരും, അതല്ലാതെ പിന്നെ അതും ആലോചിച്ചോണ്ട് എല്ലാ ദിവസവും അവിടെ ഇരിക്കണോ? എന്ത് കാര്യത്തിന്? അനുമോള് പറയുന്നു ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോൾ കരയത്തില്ലേ, ഞാൻ അതിലെ നൂറയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവർ പോവുകയാണെങ്കിലോ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. സങ്കടമൊക്കെ ആയിരിക്കും, കൂടിപ്പോയ 1 മണിക്കൂർ അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുന്നോടം വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ പോകുന്ന ആളാണെങ്കിൽ വീട്ടിൽ ചെല്ലുന്നോടം വരെ, ഇതിനകത്ത് ഉള്ള ഒരാളാണെങ്കിൽ അന്നത്തെ ദിവസം മാത്രം, അടുത്ത ദിവസം അത് വിട്ട് ഗെയിം കളിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോയാ, അല്ലാതെ ഇമോഷണൽ സ്ട്രാറ്റജി വർക്കൗട്ട് ആവാൻ വേണ്ടി വന്ന് മറ്റേ കരഞ്ഞു പിഴിഞ്ഞ് മാത്രം ജനങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തും. നൂറ കൺഫെഷൻ റൂമിലേക്ക് വരൂ, മാമന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം നൂറ എന്നിട്ട് പോയി ഇറങ്ങി. ഇപ്പൊ എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ബിന്നിക്കൊച്ചിനെ ബിഗ് ബോസ് മാമൻ വിളിച്ച് അകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പൊ കയറ്റിയത് വേറൊന്നുമല്ല, ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നു നിങ്ങളുടെ മത്സരത്തെ നിങ്ങൾ തന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. നൂറയോടാണ് ഫസ്റ്റ് ചോദിച്ചത്. നൂറ അതിനെപ്പറ്റി കളിയെപ്പറ്റി പറയുന്നുണ്ട്. ഞാൻ കളിക്കുന്നുണ്ട് ബിഗ് ബോസ്, ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്, ഒറ്റയ്ക്കാണ് ഞാനിവിടെ കളിക്കുന്നത്, ഗെയിം കളിക്കേണ്ട സമയത്തൊക്കെ കളിക്കുന്നുണ്ട്, പിന്നെ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചില ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നു നിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ് ഇവിടെ? അപ്പോൾ പറയുന്നു എൻ്റെ പാർട്ണർ ആദില, പിന്നെ എനിക്ക് അനുമോൾ അത്യാവശ്യം നല്ലൊരു സുഹൃത്താണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്, പറയേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നുണ്ട് എന്ന് എടുത്തു പറയുന്നുണ്ട് നൂറ. എല്ലാം ഒന്നും ഞാൻ പറയത്തൊന്നുമില്ല, പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം നൂറയ്ക്കും അറിയാം, നൂറയ്ക്ക് വൃത്തിക്കറിയാം ഇതൊരു ഗെയിമാണ്, അനുമോളും ഗെയിമറാണ്, അവളുടെ പകുതിയൊക്കെ ഗെയിമിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഇച്ചിരി സത്യസന്ധതയും അങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പം ആണെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ പറയുന്നുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നൂറ നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിനോട് നൂറ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അനിയനെ മിസ് ചെയ്യുന്നു, എൻ്റെ സിസ്റ്റേഴ്സിനെ മിസ് ചെയ്യുന്നു, ഫാമിലി ഈ ഒരു ഫാമിലി വീക്ക് വന്നപ്പോൾ എൻ്റെ ഫാമിലി വരുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അവരാരും വന്നില്ല. ഈഗോ അതൊക്കെ കുടുംബത്തിന് എന്തായാലും ഉണ്ട്, വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അനിയൻ്റെ ദേഹത്തേക്ക് അവരടിച്ചേൽപ്പിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ, അവനതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമല്ലാത്ത ആ ഒരു സിറ്റുവേഷനിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് അനിയനെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ നൂറ പറയുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം, എന്തോ എവിടെയോ വലിയ മനുഷ്യത്വമൊന്നുമുള്ള വ്യക്തിയൊന്നുമല്ല, പക്ഷെ അകത്തെവിടെയോ ഉണ്ട് ചിരി. അപ്പം അതുകൊണ്ട് ഒരു സങ്കടം തോന്നിപ്പോയി അതിൻ്റെ ആ ഒരു സങ്കടം കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കി പോയി ലൈവും കൂടെ കാണട്ടെ. പിന്നെ അനീഷ് ഷാനവാസ്, വീണ്ടും ഞാൻ പറയുന്നു സുഹൃത്തും തേങ്ങയൊന്നും അല്ലടേ, ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് ഗെയിം ഷോ അല്ലേ ഇത്, ഗെയിമാണ് ഇവിടെ, ഗെയിമാണിത്. ഈ മിത്രം എന്ന് പറഞ്ഞു പോയി നിങ്ങൾ എല്ലാവരും ഇപ്പൊ അനീഷിനെ കല്ലറിയാൻ പോകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, അനീഷ് ഒരിക്കലും അപ്പൊ ഒന്ന് ചിന്തിച്ചാൽ മതിയോ, ഒന്ന് ചിന്തിക്കുക. അനീഷായിട്ട് പുറകെ പോയിട്ടില്ല, കൂട്ടുകാരനെ വേണമെന്നേ, എനിക്ക് കൂട്ടുകാരനെ വേണമെന്നേ, അവനെന്റെ മിത്രമാണെന്നേ പോയിട്ടില്ല. ഷാനവാസിനായിരുന്നു അനീഷിനെ വേണ്ടത് ഒരു ടൈമിൽ, അത് ഷാനവാസ് യൂട്ടിലൈസ് ചെയ്തു. കാരണം ഷാനവാസ് ഗെയിമറാ. ഇപ്പം അനീഷിന്റെ ആവശ്യം ഇല്ല എന്നുള്ളൊരു സാധനം അകത്തടിക്കുന്നുണ്ട്, അനീഷിനെതിരെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഷാനവാസിന് പിന്നെയും ഷാനവാസ് വെറുപ്പിക്കാൻ നിർത്തിയിരിക്കുന്ന ആദില നൂറേനെ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കുറച്ച് വോട്ടും കിട്ടും. പിന്നെ ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്കത് പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ തലത്തിലേക്ക് പോകും, ഞാൻ അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പം എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, ഇനി എന്തൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. ബാക്കി ലൈവ് കണ്ടിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വീഡിയോട്ട്. ലൈക്ക് ചെയ്യാനും മറ്റേ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ബോക്സിൻ്റെ അവിടെയായിട്ട് മറ്റേ എന്താണ് ഹൈപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ, ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്.